ഞാനിവിടെ വെറുമൊരു ഹൈപ്പോത്തിസിസിനെ കുറിച്ചോ ഒരു തിയറിയെക്കുറിച്ചോ അല്ല പറയാൻ പോകുന്നത്. ബ്ലാക്ക് ഹോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാക്റ്റിനെ കുറിച്ചാണ്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നുള്ളത് ഫാക്റ്റാണ്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു വെച്ചിരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും പൊളിച്ചെഴുതേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഈ അടുത്തിടയ്ക്ക് പ്രസിദ്ധീകരിച്ചു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രബന്ധത്തിൻ്റെ ലിങ്ക് പതിവ് പോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് പരിശോധിക്കും. ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ബ്ലാക്ക് ഹോളുകളുണ്ട്. ഒന്ന് സാധാരണഗതിയിലുള്ള സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ, മറ്റൊന്ന് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ. പ്രപഞ്ചത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകളാണ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നക്ഷത്രങ്ങളിൽ നിന്നാണ് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുന്നത്. അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ അതൊരു വലിയ സൂപ്പർനോവയ്ക്ക് കാരണമായി മാറുന്നു. ഒടുവിൽ അത് അതിഭീകരമായിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോളായിട്ട് അവശേഷിക്കുന്നു. അത് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾ. പക്ഷേ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഇതുവരെയായും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ എണ്ണത്തിൽ വളരെയധികം കൂടുതലാണെങ്കിൽ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളെ നമുക്ക് വളരെ റെയറായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ചില ഗാലക്സികൾ നമുക്ക് ഇതുവരെയായിട്ടും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ മധ്യഭാഗത്ത് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. ആ ബ്ലാക്ക് ഹോളിനെയാണ് നമ്മൾ സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ യഥാർത്ഥ ദൃശ്യം നമുക്ക് ഇവൻ ഹൊറൈസൺ ടെലസ്കോപ്പിൻ്റെ സഹായത്താൽ ചിത്രീകരിക്കാൻ സാധ്യമായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ബ്ലാക്ക് ഹോൾ ഈ സജിറ്റേറിയസ് എ സ്റ്റാറിനേക്കാൾ അതിഭീകരമായിട്ടുള്ള മാസ് ഉള്ള ഒരു ബ്ലാക്ക് ഹോളാണ്. ഈ ബ്ലാക്ക് ഹോളിൻ്റെ പേര് LID 568 എന്നാണ്. നമ്മുടെ സൂര്യൻ്റെ മാസിൻ്റെ 72 ലക്ഷം ഇരട്ടി മാസാണ് ഈ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനുള്ളത്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് നമ്മളിൽ നിന്നും വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ബ്ലാക്ക് ഹോളാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1230 കോടി പ്രകാശവർഷങ്ങൾ അകലെ. 1230 കോടി പ്രകാശവർഷങ്ങൾ അകലെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഒരു പ്രകാശം സഞ്ചരിച്ച് നമ്മുടെ ടെലസ്കോപ്പിൽ എത്തിച്ചേരാൻ 1230 കോടി വർഷങ്ങളാണ് വേണ്ടി വരുന്നത്. നമ്മുടെ ഈ പ്രപഞ്ചമുണ്ടായിട്ട് 1380 കോടി വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം പ്രപഞ്ചമുണ്ടായി വെറും 150 കോടി വർഷം മാത്രം ഈ പ്രപഞ്ചത്തിന് പ്രായമുള്ളപ്പോഴാണ് അവിടെ നിന്നും ആ പ്രകാശം നമ്മുടെ ടെലസ്കോപ്പിൽ എത്തിച്ചേർന്നത്. ചുരുക്കത്തിൽ നമ്മൾ കാണുന്നത് പ്രപഞ്ചമുണ്ടായി വെറും 150 കോടി വർഷം മാത്രം കഴിഞ്ഞപ്പോഴുള്ള ഒരു ബ്ലാക്ക് ഹോളിൻ്റെ, സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിൻ്റെ ദൃശ്യമാണ്. നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു ദൃശ്യം കൂടിയാണ് നമ്മുടെ ടെലസ്കോപ്പ് പകർത്തിയെടുത്തത്. ഈ അടുത്തിടയ്ക്ക് മാത്രമാണ് നമുക്കതിനെ കണ്ടെത്താൻ സാധിച്ചത്. നാസയുടെ ചാന്ദ്ര എക്സ്റേ ടെലസ്കോപ്പിൻ്റെ സഹായത്താലായിരുന്നു ആ ചിത്രീകരണം നടന്നത്. തീർച്ചയായിട്ടും അതൊരു സ്പേസ് ടെലസ്കോപ്പ് ആയിരുന്നു. ഒരു ടെലസ്കോപ്പ് ചിത്രീകരിച്ചു എന്നതുകൊണ്ട് നമുക്കതിനെ ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ടെലസ്കോപ്പായ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിനെ നമ്മൾ ഈ ഒരു ദൗത്യത്തിനു വേണ്ടി ഉപയോഗിച്ചു. ജെയിംസ് വെബും കൃത്യമായിട്ട് അതേ ഡയറക്ഷനിലേക്ക് തന്നെ നോക്കി അവിടെ നിന്നും കൃത്യമായിട്ട് ഒരു സിഗ്നൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്തു. അതൊരു ഉറപ്പാണ്. നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അവിശ്വസനീയമായിട്ടുള്ള ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ ആണെന്നുള്ള ഉറപ്പ്. ഇത് എങ്ങനെയാണ് അവിശ്വസനീയമായിട്ടുള്ള ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആകുന്നത്? അതിൻ്റെ കാരണം എഡിങ്ടൺ ലിമിറ്റാണ്. എഡിങ്ടൺ ലിമിറ്റ് എന്താണെന്ന് നേരിട്ട് ഞാൻ പറയുന്നതിന് മുൻപ് ഒരു ചെറിയ അനാലജി ഞാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ടത് ഉൾക്കൊള്ളാൻ സാധിക്കും. ഒരു അനാലജിയാണ്, യഥാർത്ഥത്തിലുള്ള ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു അനാലജിയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ചെളിവെള്ളത്തിൽ നിൽക്കുകയാണെന്ന് കരുതുക. അതിൽ നിന്നും സാവധാനം നിങ്ങൾ വെളിയിലേക്ക് കാലുകൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ചെളി വെളിയിലേക്ക് തെറിക്കുമോ? ഒരിക്കലുമില്ല. ചിലപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് 1-2 തുള്ളികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തെറിച്ചാലായി. എന്നാൽ നിങ്ങൾ അവിടെ നിന്നും എടുത്ത് ചാടുകയാണെങ്കിലോ തീർച്ചയായിട്ടും അടുത്തുള്ള ആളുകളുടെ ദേഹത്തേക്ക് ആ ചെളി തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ വളരെയധികം ശക്തി സംഭരിച്ച് അവിടെ നിന്നും ചാടി ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണെങ്കിലോ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മളെ കൊണ്ട് അതിന് സാധിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെ അടങ്ങിയിരിക്കുന്ന ഒട്ടുമിക്ക ചെളിവെള്ളവും അവിടെ നിന്നും തെറിച്ച് പല ഡയറക്ഷനിലേക്ക് വീഴുന്നതാണ്. ഇനി നിങ്ങൾ അവിടെ നിന്നും ചാടി പോകുന്നത് ചന്ദ്രനിലേക്കാണെന്ന് കരുതുക. വെറുതെ ഒന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള സകല ചെളിവെള്ളവും ആ ചെളിയോടൊപ്പം ഉണ്ടായിരുന്ന മണ്ണും
അവിടെ നിന്ന് തെറിച്ച് പല ഡയറക്ഷനിലേക്ക് ചിതറി വീഴുന്നതാണ്. ഇനി എനിക്ക് എഡിങ്ടൺ ലിമിറ്റിലേക്ക് വരാം. എഡിങ്ടൺ ലിമിറ്റ് പറയുന്നത് പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റാറിൽ നിന്നും ഉണ്ടായി വരുന്ന ഒരു പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. സ്റ്റാർസ് പ്രകാശത്തെ സൃഷ്ടിക്കുന്നു. ഫോട്ടോൺസ് ആണ് ഈ പ്രകാശത്തിൻ്റെ പറയുന്നത്. ഫോട്ടോൺസിന് മാസ് ഇല്ല. ഫോട്ടോൺസിന് മാസ് ഇല്ലാത്തത് കൊണ്ട് അതിന് മൊമെൻറ്റവും ഇല്ല എന്നായിരിക്കും നമ്മൾ പലരെങ്കിലും ചിന്തിക്കുക. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് മൊമെൻറ്റത്തിൻ്റെ സമവാക്യം എന്താണെന്ന്. അത് മാസ് ഗുണം വെലോസിറ്റിയാണ്. പ്രകാശത്തിന് എത്രമാത്രം വെലോസിറ്റി ഉണ്ടെങ്കിലും m 0 ആയിക്കഴിഞ്ഞാൽ, അതായത് മാസ് 0 ആയിക്കഴിഞ്ഞാൽ മൊമെൻറ്റവും 0 ആകുമല്ലോ. അതുകൊണ്ട് പ്രകാശത്തിന് മൊമെൻറ്റം ഇല്ല എന്നായിരിക്കും കരുതുക. പക്ഷേ ഐൻസ്റ്റീൻ പറഞ്ഞത് പ്രകാശത്തിന് മാസ് ഇല്ലെങ്കിൽ പോലും അതിന് മൊമെൻറ്റം ഉണ്ടെന്നാണ്. അതിന് അദ്ദേഹം പ്രത്യേകമായിട്ട് ഒരു സമവാക്യം തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മാസ് ഒട്ടുമില്ലെങ്കിൽ പോലും പ്രകാശത്തിന് മൊമെൻറ്റമുണ്ട്. പ്രകാശത്തിന് മൊമെൻറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചെളിവെള്ളത്തിൻ്റെ എക്സാമ്പിൾ പ്രകാശത്തിലും ആപ്ലിക്കബിൾ ആണ്. ഫോട്ടോൺസിന് മാസ് ഇല്ല, പക്ഷേ ഫോട്ടോൺസിന് മൊമെൻറ്റമുണ്ട്. അതായത് പ്രകാശത്തിന് മൊമെൻറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകാശം നക്ഷത്രത്തിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ അത് കാരണം നമ്മൾ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് നക്ഷത്രത്തിന് ഉണ്ടാകുന്നതാണ്. പക്ഷേ നമ്മുടെ സൂര്യനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ വളരെ നിസ്സാരമാണ്. സൂര്യൻ്റെ പൊസിഷനിങ്ങിനെയോ അല്ലെങ്കിൽ അതിൻ്റെ കറക്കത്തിനെയോ ഒരു രീതിയിലും ഇത് ബാധിക്കുന്നതല്ല. പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഇത് ആപ്ലിക്കബിൾ അല്ല. ചില സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് പ്രകാശം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വോൾഫ്-റാറ്റ് സ്റ്റാർ. ഈ കാണുന്നതാണ് വോൾഫ്-റാറ്റ് സ്റ്റാർ. ഏറ്റവും പ്രകാശമാനമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. അത് എഡിങ്ടൺ ലിമിറ്റിൻ്റെ ഏകദേശം അടുത്താണെന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. ഇവിടെ നിന്നും ഒരുപാട് ഫോട്ടോൺസ് ഒരേ സമയത്ത് തന്നെ വെളിയിലേക്ക് കുതിച്ചുയരുന്നുണ്ട്. ഒരുപാട് ഫോട്ടോൺസ് വരുമ്പോൾ അതെല്ലാം ഉണ്ടാക്കുന്ന മൊമെൻറ്റം വളരെയധികം കൂടുതലായിരിക്കും. പക്ഷേ ഇത് എഡിങ്ടൺ ലിമിറ്റിനും അപ്പുറമല്ല. എഡിങ്ടൺ ലിമിറ്റിൻ്റെ വളരെയധികം അരികിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എഡിങ്ടൺ ലിമിറ്റിൽ എത്തിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് ഇത് മാറിയിരുന്നുവെങ്കിൽ വോൾഫ്-റാറ്റ് സ്റ്റാർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതല്ല, അതൊരു സൂപ്പർ നോവയായിട്ട് മാറുന്നതാണ്. പക്ഷേ സൂപ്പർനോവ ആയിട്ടില്ല എങ്കിൽ പോലും അവിടെ നിന്നും ഒരുപാട് മാസ് അതിൻ്റെ സൗരക്കാറ്റിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൂര്യനിൽ സൗരക്കാറ്റുണ്ട്, പക്ഷേ അതിൽ നിന്നും നഷ്ടമാകുന്ന സൂര്യൻ്റെ മാസ് വളരെ വളരെ കുറവാണ്. പക്ഷേ വോൾഫ്-റാറ്റ് സ്റ്റാറിൻ്റെ കേസ് അങ്ങനെയല്ല. അവിടെ നിന്നും കൂടുതൽ അളവിൽ, വലിയ അളവിൽ തന്നെ മാസ് നഷ്ടമാകുന്നുണ്ട്. അതിൻ്റെ കാരണം ഇങ്ങനെ വെളിയിലേക്ക് വരുന്ന അതിഭീകരമായിട്ടുള്ള അളവിലുള്ള ഫോട്ടോൺസ് ആണ്. എഡിങ്ടൺ ലിമിറ്റിനേക്കാൾ കൂടുതൽ അളവിൽ ഒരിക്കലും ഫോട്ടോൺസിന് നക്ഷത്രത്തിൽ നിന്നും വരാൻ സാധിക്കുകയില്ലെന്നാണ് ആർതർ എഡിങ്ടൺ പറഞ്ഞത്. ആർതർ എഡിങ്ടനെക്കുറിച്ച് എല്ലാവർക്കും വലിയ ധാരണയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ മനസ്സിലാകും. ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകം അംഗീകരിക്കപ്പെട്ട ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് ഈ ആർതർ എഡിങ്ടൺ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതവും ശാസ്ത്ര കണ്ടെത്തലുകളും ഒക്കെ വിവരിച്ചുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ സീരീസായിട്ട് ഞാൻ ചെയ്തതാണ്. അതിൽ ഞാൻ ഈ ആർതർ എഡിങ്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിന് മുൻപുള്ള ഐൻസ്റ്റീൻ എങ്ങനെയായിരുന്നെന്നും അതിന് ശേഷമുള്ള ഐൻസ്റ്റീൻ എങ്ങനെയായിരുന്നെന്നും. അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിലേക്ക് ആളുകൾ എരച്ച് കയറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ദൃശ്യം ചിത്രീകരിക്കാൻ. അതിൻ്റെ എല്ലാം കാരണം ആർതർ എഡിങ്ടൺ ആയിരുന്നു. അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി പ്രൂവ് ചെയ്ത വ്യക്തിയാണ്. അത് പ്രൂവ് ചെയ്യാനായിട്ട് സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് ആ സൂര്യഗ്രഹണത്തിൻ്റെ ചിത്രം അദ്ദേഹം ചിത്രീകരിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഞാൻ ആ ഐൻസ്റ്റീൻ്റെ സീരീസ് തന്നെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക. ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. നമുക്ക് ഈ ബ്ലാക്ക് ഹോളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമ്മൾ എഡിങ്ടൺ ലിമിറ്റിനെ ഒരു നക്ഷത്രത്തിലല്ലേ അപ്ലൈ ചെയ്തത്? എന്തുകൊണ്ട് അത് നമുക്കൊരു ബ്ലാക്ക് ഹോളിൽ അപ്ലൈ ചെയ്തുകൂടാ? ഞാൻ പറയുന്നൊരു മണ്ടത്തരമാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു നിമിഷം നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് മണ്ടത്തരമാണോ അല്ലയോ? ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ സിംഗുലാരിറ്റി മാത്രമല്ല, ബ്ലാക്ക് ഹോളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അക്രീഷൻ ഡിസ്ക്. ഒരു ബ്ലാക്ക് ഹോളിലേക്ക് എത്തപ്പെടുന്ന സെലസ്റ്റിയൽ ബോഡികൾ സ്പെഗറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകും. അതായത് ആ സെലസ്റ്റിയൽ ബോഡി ഏത് ഷേപ്പിലുള്ളതാണെങ്കിൽ പോലും, വലിപ്പമേറിയിട്ടുള്ള എല്ലാ സെലസ്റ്റിയൽ ബോഡികൾക്കും സ്പെറിക്കൽ ഷേപ്പാണ്, ഓക്കെ, ഏത് ഷേപ്പിലാണെങ്കിൽ പോലും അതിൽ നിന്ന് വരുന്ന പദാർത്ഥങ്ങൾ
ബ്ലാക്ക് ഹോളിലേക്ക് എത്തപ്പെടുന്ന പദാർത്ഥങ്ങൾ ഒരു നൂല് പോലെ വലിഞ്ഞ് പല ചെറിയ ആറ്റംസ് ആയിട്ട് അല്ലെങ്കിൽ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ട് നുറുങ്ങിയാണ് ബ്ലാക്ക് ഹോളിലേക്ക് എത്തുന്നത്. അത് നേരെ ഒരു വര പോലെ എത്തിച്ചേരുകയല്ല, അത് അതിന് ചുറ്റുമായിട്ട് ഒരു അക്രീഷൻ ഡിസ്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ആ ഗ്രാഫിക്കൽ ദൃശ്യം പോലെ. അങ്ങനെ അക്രീഷൻ ഡിസ്കിൻ്റെ രൂപത്തിൽ കറങ്ങി വരാനുള്ള കാരണം അത് ആംഗുലാർ വെലോസിറ്റിയെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ പല പാർട്ടിക്കിളായി നുറുങ്ങി ഒരു അക്രീഷൻ ഡിസ്കിൻ്റെ രൂപത്തിലേക്ക് ഇത് മാറിക്കഴിയുമ്പോൾ അവിടെ നിന്നും പ്രകാശമുണ്ടാകും. എങ്ങനെയാണ് അവിടെ പ്രകാശം ഉണ്ടാകുന്നത്? ഏതൊരു വസ്തുവും അതിശക്തമായിട്ടുള്ള ഒരു താപനിലയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും റേഡിയേഷൻ ഉണ്ടാകും. ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ച് മുൻപ് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് വിവരിച്ച വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു വസ്തുവും ചൂടാക്കുക, ഒരു ഇരുമ്പ് പഴുപ്പിക്കുക, അതിൽ നിന്നും നിങ്ങൾക്ക് പ്രകാശം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഈ സെലസ്റ്റിയൽ ബോഡിയിൽ നിന്നും അവിടെ എത്തിച്ചേർന്ന അക്രീഷൻ ഡിസ്കിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള പദാർത്ഥങ്ങൾ അതിഭീകരമായിട്ടുള്ള ഗ്രാവിറ്റിയാണ് അനുഭവിക്കുന്നത്. അത് കാരണം അതിശക്തമായിട്ടുള്ള താപനില ഉണ്ടാകുന്നതാണ്. ശക്തമായിട്ടുള്ള താപനില ഉണ്ടെങ്കിൽ അവിടെ നിന്നും പ്രകാശമുണ്ടാകും. നല്ല താപനിലയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വിസിബിൾ റേഡിയേഷൻ ഉണ്ടാകും. അതിനേക്കാൾ താപനിലയാണ് ഉണ്ടാകുന്നതെങ്കിൽ അൾട്രാവയലറ്റ് ഉണ്ടാകും. അതിനേക്കാൾ കൂടുതൽ താപനിലയാണെങ്കിൽ അവിടെ എക്സ്റേയും ഗാമ റേയും ഒക്കെ ഉണ്ടാകുന്നതാണ്. ബ്ലാക്ക് ഹോളിൽ ഈ പറഞ്ഞ എക്സ്റേയും ഗാമ റേയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഈ എക്സ്റേ ഒക്കെ ഉണ്ടാകുന്നതെന്ന് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രംസ്ട്രാലിംഗ് എന്ന് പറയുന്ന ഒരു എമിഷനെക്കുറിച്ച് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ബ്രംസ്ട്രാലിംഗ് റേഡിയേഷൻ അത് വളരെ രസകരമായിട്ടുള്ളൊരു എമിഷനാണ്. ഒരു പ്രോട്ടോണിൻ്റെ അരികിലൂടെ ഒരു ഇലക്ട്രോൺ കടന്നു പോവുകയാണെന്ന് കരുതുക. ഇലക്ട്രോൺ അങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ വളരെ അരികിലെത്തുമ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ വഴി അല്പം അങ്ങ് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോകുന്നത് കാരണം, ആ മാറ്റം ഉണ്ടായത് കാരണം അവിടെ ഒരു റേഡിയേഷൻ ഉണ്ടാകും. ആ റേഡിയേഷൻ എക്സ്റേ റേഡിയേഷനാണ്. അക്രീഷൻ ഡിസ്കിൽ എന്താണുള്ളത്? അവിടെ സബാറ്റോമിക് പാർട്ടിക്കിളാണ്. പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ എന്താണ്? അതെല്ലാം സബാറ്റോമിക് പാർട്ടിക്കിളാണ്. പ്രോട്ടോണുണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രോട്ടോണിൻ്റെ അരികിലൂടെയൊക്കെ ഈ ഇലക്ട്രോൺ കടന്നു പോകുമല്ലോ. അപ്പോൾ അവിടെ ബ്രംസ്ട്രാലിംഗ് റേഡിയേഷൻ ഉണ്ടാകും. ആ റേഡിയേഷൻ കാരണം എക്സ്റേ നമ്മുടെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരും. അങ്ങനെയാണ് നമ്മുടെ ചാന്ദ്ര എക്സ്റേ സ്പേസ് ടെലസ്കോപ്പിൽ ഈ എക്സ്റേ റേഡിയേഷൻ എത്തിച്ചേർന്നത്. ആ എക്സ്റേ സ്പെക്ട്രം പരിശോധിച്ചപ്പോഴാണ് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോയത്. കാരണം അത് എഡിങ്ടൺ ലിമിറ്റിനും അപ്പുറമാണ്. എഡിങ്ടൺ ലിമിറ്റിൻ്റെ 40 ഇരട്ടി അധികമായിട്ടുള്ള റേഡിയേഷനാണ് അവിടെ നിന്നും വന്നുകൊണ്ടിരുന്നത്. നക്ഷത്രങ്ങളിൽ എഡിങ്ടൺ ലിമിറ്റ് ബാധകമാണെങ്കിൽ അത് എല്ലായിടത്തും ബാധകമാണ്. പ്രകാശം എവിടെ നിന്നൊക്കെ ഉണ്ടാകുന്നോ അവിടെയെല്ലാം ബാധകമാണ്. ബ്ലാക്ക് ഹോളിലും ഒരു എഡിങ്ടൺ ലിമിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും അത് നക്ഷത്രത്തിൻ്റെ എഡിങ്ടൺ ലിമിറ്റ് അല്ല. ബ്ലാക്ക് ഹോളിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എഡിങ്ടൺ ലിമിറ്റാണുള്ളത്. ആ എഡിങ്ടൺ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഗവേഷകർ അത് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച വാല്യൂവിൻ്റെ 40 ഇരട്ടി റേഡിയേഷൻ അല്ലെങ്കിൽ 40 ഇരട്ടി ഫോട്ടോൺസ് ആണ് അവിടെ നിന്ന് വരുന്നത്. അതായത് 40 ഇരട്ടി ഒരു പുഷ് അവിടെ കൊടുത്തിട്ടാണ് ഈ ഫോട്ടോൺസ് എല്ലാം വെളിയിലേക്ക് വരുന്നത്. അത്രയും പുഷ് ഒരു ബ്ലാക്ക് ഹോളിന് ഒരിക്കലും താങ്ങാൻ സാധിക്കില്ലെന്നാണ് നമ്മൾ ഇത്രയും കാലം കരുതിയിരുന്നത്. ആ കാരണത്താലാണ് നമ്മൾ പറഞ്ഞത് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് ഒരു തിയറിയൊന്നുമല്ല. നമ്മുടെ മുൻപിലുള്ളത് ഒരു ഫാക്റ്റാണ്. നമ്മൾ നേരിട്ട് കണ്ടെത്തിയിരിക്കുന്നു. ഒരു ടെലസ്കോപ്പല്ല, ഏറ്റവും മികച്ച 2 ടെലസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ചാന്ദ്ര എക്സ്റേ ടെലസ്കോപ്പ് ഇത് കണ്ടെത്തിയതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിനെ ആ ഒരു പെർട്ടിക്കുലർ അറേ ഡെക്കിലേക്ക് തിരിച്ചു. അറേ ഡെക്ക് എന്ന് പറയുന്നത് ഒരു സെലസ്റ്റിയൽ ബോഡിയുടെ പൊസിഷനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ലാറ്റിറ്റ്യൂഡും ഒരു ലോഞ്ചിറ്റ്യൂഡും ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തിന് ഒരു പ്രത്യേക ലാറ്റിറ്റ്യൂഡും ഒരു ലോഞ്ചിറ്റ്യൂഡും ഉണ്ട്. ആ പ്രത്യേക ലാറ്റിറ്റ്യൂഡിലും ലോഞ്ചിറ്റ്യൂഡിലും ഒരൊറ്റ സ്ഥലം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അറേ ഡെക്ക് എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സ്, റൈറ്റ് അസെഷനും ഡിക്ലിനേഷനും, അസ്ട്രോണമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാരാമീറ്റേഴ്സാണ്. ഈ 2 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ജെയിംസ് വെബ് അതേ ഡയറക്ഷനിലേക്ക് തന്നെ നോക്കിയപ്പോൾ അതിന് കിട്ടിയത് ഒരു ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. ചാന്ദ്ര എക്സ്റേ ടെലസ്കോപ്പ് കിട്ടിയത് എക്സ്റേ റേഡിയേഷൻ ആണെങ്കിൽ ജെയിംസ് വെബിന് കിട്ടിയത് ഇൻഫ്രാറെഡ് ആണ്. അവിടെ നിന്നും എല്ലാ തരത്തിലുള്ള പ്രകാശവും ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം ഇവിടേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. അവിടെ നിന്നും ഉണ്ടാകുന്ന നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന പ്രകാശം ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ, ഇത്രയധികം ദൂരം പിന്നിട്ട് എത്തിച്ചേരുമ്പോൾ
റെഡ് ഷിഫ്റ്റിന് വിധേയമായി നമുക്ക് ഇൻഫ്രാറെഡ് റേഞ്ചിലുള്ള ഒരു സിഗ്നൽ ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജെയിംസ് വെബിനെ ഇൻഫ്രാറെഡ് റേഞ്ചിലുള്ള നിയർ ഇൻഫ്രാറെഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫാർ ഇൻഫ്രാറെഡ് ഉണ്ട്, ആ ഇൻസ്ട്രുമെൻറ്റുകൾ പ്രത്യേകമായിട്ട് ഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങ് അകലെയുള്ള സെലസ്റ്റിയൽ ബോഡികളുടെ റേഡിയേഷനെ പിടിച്ചടക്കാനുള്ള ഒരു പ്രത്യേക വൈഭവം നമ്മുടെ ജെയിംസ് വെബിനുണ്ട്. ജെയിംസ് വെബും ആ ദൃശ്യം തന്നെ മനസ്സിലാക്കി. അതും കൃത്യമാണ്. എഡിങ്ടൺ ലിമിറ്റിൻ്റെ 40 ഇരട്ടിയോളമാണ് അവിടെ നിന്ന് വരുന്ന റേഡിയേഷൻ. ആ ബ്ലാക്ക് ഹോൾ അവിടെ ചിന്നിച്ചിതറേണ്ടതാണ്. അങ്ങനെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകാനേ പാടില്ല, പക്ഷേ അതവിടെ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ബ്ലാക്ക് ഹോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ തിയറികൾ പൊളിച്ചെഴുതണമെന്ന് തന്നെയാണ്. ഇത് എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തു വന്ന ഈ ഒരു പ്രബന്ധത്തിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയില്ല. ഈ പ്രബന്ധത്തിൽ പറയുന്നത് ഈ കാര്യം വാസ്തവമാണ്, അതെന്തുകൊണ്ട് വാസ്തവമാണെന്ന് പറയാൻ ഒന്നും ഇതിനകത്തില്ല. പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്ര പ്രബന്ധങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2023 സെപ്റ്റംബർ മാസത്തിൽ പബ്ലിഷ് ചെയ്തു വന്ന ഒരു പ്രബന്ധം നമുക്ക് കാണാം. ആ പ്രബന്ധത്തിൻ്റെ ഹെഡിങ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രബന്ധത്തിൽ ശരിക്കും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എഡിങ്ടൺ റേഡിയേഷനേക്കാൾ അല്ലെങ്കിൽ ആ ലിമിറ്റിനേക്കാൾ അപ്പുറമുള്ള ഒരു റേഡിയേഷൻ ബ്ലാക്ക് ഹോളിന് ഉണ്ടാകാം. അതെങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു പ്രബന്ധത്തിൽ പറയാൻ സാധിച്ചത്? ഇതവർ എങ്ങോട്ടും നോക്കിയിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യമല്ല. ഒരു ടെലസ്കോപ്പ് ഇവർ ഉപയോഗിച്ചിട്ടില്ല. ഇവർ നടത്തിയിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ സിമുലേഷനാണ്. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ഉണ്ടാക്കിയെടുത്ത സിമുലേഷനാണ്, യഥാർത്ഥത്തിലുള്ള ഒരു ഒബ്സർവേഷൻ അല്ല. പക്ഷേ ഇവർ ഇതിനകത്ത് തിയറി ഉപയോഗിച്ചിട്ടുണ്ട്. ആ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അക്രീഷൻ ഡിസ്ക് അല്ല ഈ ഒരു കോൺസെപ്റ്റിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലാസിക്കലായിട്ടുള്ള ആ കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രെയിം ഡ്രാഗിങ് എഫക്റ്റ് അല്ലെങ്കിൽ ലെൻസ് താഴിങ് എഫക്റ്റ് എന്നാണ് ആ ഒരു പ്രതിഭാസത്തിൻ്റെ പേര്. അത് ശരിക്കും ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് സങ്കല്പിക്കുക. ഒരു മാറ്റ് ഇട്ടുണ്ടാക്കിയിരിക്കുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിലൊക്കെ മാറ്റ് വിരിച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ടർഫിൽ കളിക്കാറുണ്ടല്ലോ. അതുപോലെ മാറ്റ് വിരിച്ചിട്ടുള്ളൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ആ മാറ്റ് വിരിച്ച പിച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു ക്രിക്കറ്റ് ബോൾ കൊണ്ടുവെക്കുന്നു. അവിടെ ഇട്ടിട്ട് ആ പന്തിനെ ഒന്ന് കറക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. ആ പന്തൊന്ന് കറങ്ങും, ആ മാറ്റൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ അതിഭീകരമായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ കറക്കുകയാണെങ്കിൽ ആ മാറ്റും അതിനോടൊപ്പം കറങ്ങുന്നതാണ്. ഇത് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ്. അദ്ദേഹം ക്രിക്കറ്റ് ബോളിലോ അല്ലെങ്കിൽ മാറ്റിലോ അല്ല ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തത്. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു സ്പോർട്ട് ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിയത്ത് പോലും ഇല്ലായിരിക്കാം. എന്തായാലും അദ്ദേഹം അപ്ലൈ ചെയ്തിരിക്കുന്നത് സ്പേസിലാണ്. ഒരു ബ്ലാക്ക് ഹോൾ അതിഭീകരമായ രീതിയിൽ നമ്മുടെ സ്പേസിൽ കിടന്ന് കറങ്ങുകയാണെങ്കിൽ അത് നിൽക്കുന്ന ആ സ്പേസും ടൈമും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഡയമെൻഷൻ പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷേ നിങ്ങളതിനെ ആ രീതിയിൽ തന്നെ എടുക്കുക. സ്പേസ് ടൈം ഉണ്ടെന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുക. അതിൻ്റെ പ്രൂഫിലേക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ജനറൽ റിലേറ്റിവിറ്റി തിയറിയുടെയും അതുപോലെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയുടെയും ലിങ്കുകൾ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അതൊന്ന് പരിശോധിക്കുക. അപ്പോൾ സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ ഉണ്ടെന്ന് കരുതുക. പ്രപഞ്ചത്തിലുള്ള സകലതും ആ സ്പേസ് ടൈമിലാണ് നിൽക്കുന്നതെന്ന് കരുതുക. ബ്ലാക്ക് ഹോൾ അതിഭീകരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ഭീകരമായിട്ട് ബ്ലാക്ക് ഹോൾ കറങ്ങുകയാണെങ്കിൽ ആ സ്പേസ് ടൈം ടർഫിലുള്ള ആ മാറ്റ് കറങ്ങിയതുപോലെ, ക്രിക്കറ്റ് പന്ത് കറങ്ങുന്നതനുസരിച്ച് മാറ്റ് കറങ്ങിയതുപോലെ അവിടെയുള്ള സ്പേസ് ടൈമും ഈ ബ്ലാക്ക് ഹോൾ അനുസരിച്ച് കറങ്ങും. ബ്ലാക്ക് ഹോളിനെ ഒരു ക്രിക്കറ്റ് പന്തായിട്ടും സ്പേസ് ടൈമിനെ ആ ക്രിക്കറ്റ് പന്ത് ഇരിക്കുന്ന മാറ്റായിട്ടും സങ്കല്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു കോൺസെപ്റ്റ് കിട്ടും. ഇവർ ആ ഒരു ഫ്രെയിമാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് അപ്ലൈ ചെയ്തപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടി. സാധാരണ ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ അതിനൊരു അക്രീഷൻ ഡിസ്ക് ഉണ്ട്, അതിൻ്റെ മധ്യഭാഗത്ത് സിംഗുലാരിറ്റി ഉണ്ട്. പക്ഷേ ഇങ്ങനെ അവർ സൂപ്പർ കമ്പ്യൂട്ടറിലൂടെ സിമുലേറ്റ് ചെയ്ത് എടുത്ത ദൃശ്യം അനുസരിച്ച് അവിടെ ഒന്നല്ല 2 അക്രീഷൻ ഡിസ്ക് ഉണ്ട്. ഒരു അക്രീഷൻ ഡിസ്കിൻ്റെ മധ്യഭാഗത്തുള്ളത് സിംഗുലാരിറ്റി അല്ല, അതിൻ്റെ ഉള്ളിൽ മറ്റൊരു അക്രീഷൻ ഡിസ്ക് ഉണ്ട്. ഇങ്ങനെ 2 അക്രീഷൻ ഡിസ്ക് ഉണ്ടെങ്കിൽ അവിടെ നിന്നും അതിശക്തമായിട്ടുള്ള ഒരു റേഡിയേഷൻ ഉണ്ടാകാം. എഡിങ്ടൺ ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള റേഡിയേഷൻ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ആ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ അതിശക്തമായ വേഗതയിൽ കൂടുതൽ മാസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതായത് അതിൻ്റെ അടുത്തുള്ള സെലസ്റ്റിയൽ ബോഡികളെ അത് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. അതിനുമാത്രം സെലസ്റ്റിയൽ ബോഡികൾ അവിടെ ഉണ്ടോ? പ്രപഞ്ചം ഉണ്ടായിട്ട് അധികം സമയമൊന്നും ആയില്ലല്ലോ.
ആ സമയത്ത് മാത്രമേ അത്രയും സെലസ്റ്റിയൽ ബോഡികളെ അരികിൽ കിട്ടത്തുള്ളൂ. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് ബിഗ് ബാങ് നടക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ എത്രമാത്രം മാസ് ഉണ്ടോ അത്രയും തന്നെ മാസ് അവിടെ അടങ്ങിയിട്ടുണ്ട്. അത് വികസിക്കുന്നതനുസരിച്ച് ആ മാസ് പല ഡയറക്ഷനിലായിട്ട് വിന്യസിക്കപ്പെടുകയാണ്, സ്പേസ് കൂടുതലായിട്ട് ഉണ്ടാവുകയാണ്, ഡെൻസിറ്റി കുറയുകയാണ്. വളരെയധികം പഴക്കമുള്ള കാലഘട്ടത്തിൽ മാസുകളെല്ലാം വളരെ വളരെ ചേർന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോളിന് വളരെ കുശാലായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അതിനെ ഭക്ഷിക്കാനായിട്ട് ഒരുപാട് വലിയ വലിയ നക്ഷത്രങ്ങളെയൊക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ദൃശ്യമാണ് നമുക്ക് ഈ 2 ടെലസ്കോപ്പിലൂടെയും ലഭ്യമായിരിക്കുന്നത്. ഞാനിപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്ന ആ 2023 സെപ്റ്റംബറിൽ പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന പേപ്പർ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റാണെന്നല്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ആദ്യം പറഞ്ഞത് തെറ്റല്ല, ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫാക്റ്റാണ്. നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. 2 ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരേ മെഷർമെൻറ്റ് തന്നെ അല്ലെങ്കിൽ ഒരേ ഫിനോമിന തന്നെ കിട്ടിയിരിക്കുന്നു. അത് ഉറപ്പാണ്, അത് ഫാക്റ്റാണ്, അതിനി തിരുത്താൻ പോകുന്നില്ല. പക്ഷേ അതിൻ്റെ റീസണായിട്ട്, അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്, അത് ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ്. അത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. റിലേറ്റിവിറ്റി ബ്ലാക്ക് ഹോളിൽ അപ്ലൈ ചെയ്യുമ്പോൾ എഡിങ്ടൺ ലിമിറ്റ് ഒരു തടസ്സമേ അല്ല, അതിനും അപ്പുറത്തേക്ക് റേഡിയേഷൻ ഉണ്ടാകും എന്നാണ് ഞാൻ ഈ രണ്ടാമത്തെ എക്സ്പ്ലനേഷനിലൂടെ, ആ ശാസ്ത്ര പ്രബന്ധത്തിലൂടെ പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് ഗവേഷകർ ഈ മേഖലയിൽ ഇനി തുടർ പരീക്ഷണങ്ങൾ നടത്താൻ പോവുകയാണ്. കാരണം അവർക്കൊരു ഫാക്റ്റ് കിട്ടി, അതിൻ്റെ ഉത്തരം അവർക്കറിയില്ല. അപ്പോൾ ഉത്തരം കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും അവർ പരിശ്രമിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് പുതിയ ശാസ്ത്ര പ്രബന്ധങ്ങൾ വരുന്ന മുറയ്ക്ക് ഈ ചാനൽ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങൾക്കും ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഞാൻ കണ്ടക്ട് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു 4-5 ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.